നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് ഞങ്ങൾ ഈ കൊല്ലം നട്ട ചുവന്ന നീളത്തിലുള്ള പയറാണ് കേട്ടോ. ധാരാളം ഉണ്ടായി തുടങ്ങിയിരുന്നു. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലെ കിഴക്കൻ കടൽ തീരത്ത് നിന്നും ബ്രിസ്ബൺ കൂടി ഇങ്ങോട്ട് ഭയങ്കരമായ ചുഴലിക്കൊടുങ്കാറ്റ് വരും എന്നറിഞ്ഞപ്പോൾ ഞാൻ ഈ പയറിൻ്റെ എല്ലാ ഇലകളും അങ്ങ് നുള്ളിക്കളഞ്ഞു. കാരണം ഇലകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കാറ്റത്ത് കടവോടുകൂടി പറഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇല നുള്ളിക്കളഞ്ഞു. ഇല നുള്ളിയതുകൊണ്ട് കുഴപ്പമില്ല, ഇല പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച കൂടും എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ പഴയ ഇലകളും അതുപോലെ തന്നെ മൂത്ത ഇലകളും എല്ലാം അങ്ങോട്ട് പറിച്ച് കളഞ്ഞു. പക്ഷേ പയർ ധാരാളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ പയറുകളാണ്. ഇങ്ങനെ കണ്ടോ, നല്ല നീളത്തിലുള്ള പയർ, കുറേ നീളമുണ്ട് പയറിന്. അപ്പോൾ കണ്ടോ, അങ്ങനെയാണ് കുറേ നീളം. ഇത് നോക്കിയാൽ ഉണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ട് നീളത്തിൽ. അപ്പോൾ പയർ കൃഷിയുടെ സാധനങ്ങളാണ് ഈ കാണുന്നത്. കുറേ നീളത്തിലുള്ള വലിയ പയർ, ചുവന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ കുറേ താഴെ നട്ടിട്ടുണ്ട്. താഴത്തവന്മാർ ഇവിടെ ഇങ്ങനെ നിറച്ച് പൂത്തിട്ടുണ്ട്. മുകളിലേക്ക് പടർത്താൻ പറ്റാത്തത് കൊണ്ട് അവർ താഴെ കിടന്നുണ്ടാവുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചേക്കണേ. എന്തായാലും താഴെ കിടന്നുണ്ടാവുന്നുണ്ട്. ഇതുണ്ട് നീളമുള്ള പയർ കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾ പറിച്ചു, കറി വെച്ചു. പിന്നെ നമ്മൾ ഇവിടെ എന്തായാലും പയർ കൃഷി ചെയ്യാൻ വിത്തുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് കുറച്ച് പയർ കിട്ടി. സാധാരണ നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കണ്ട് വന്നാന്ന് തോന്നുന്നത്. എന്തായാലും ആ പയർ നട്ടാൽ മുളയ്ക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ചുമ്മാ അങ്ങ് വാരി അങ്ങ് വിതറി. അപ്പോൾ അവർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിലെ അതേ പയർ കണ്ടോ. പിന്നെ വെണ്ട നട്ടിട്ടുണ്ട്, അതൊന്നും സക്സസ് ആയിട്ടില്ല. കണ്ടോ, പയറുണ്ടാവുന്നുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ കുറ്റിപ്പയർ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പൊക്കൊന്നും വെച്ച് പോകണില്ല, താഴെ നിന്ന് ഉണ്ടാവണുള്ളൂ. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്, ഉണ്ടായി വന്നുകൊണ്ടിരിക്കണുള്ളൂ. പക്ഷേ കട്ടിയായ കാറ്റല്ലെങ്കിലും ഇടത്തരം കാറ്റ് വന്നപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോഴും ആൽഫ്രഡ് എന്ന് പേരിട്ട കാറ്റ് ചെറുതായിട്ട് ഇവിടെ വീശുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ പരിസരത്തേക്ക് വരും എന്നാണ് പറഞ്ഞത് കേട്ടത്. അപ്പോൾ ഇങ്ങനെയും പയർ നട്ടാൽ മുളയ്ക്കും. മുളച്ചാൽ നമുക്ക് കുറച്ച് പയറൊക്കെ കറി വയ്ക്കാൻ കിട്ടും. നാട്ടിൽ അതേ രുചി തന്നെ കിട്ടും. കാരണം നാട്ടിൽ നിന്ന് കൊണ്ട് വരുന്ന പയറാണല്ലോ, ഇവന്മാരറിയണ്ട. പിന്നെ ഇനി പയറേ നാട്ടിൽ നിന്ന് കയറ്റി വിടുന്ന ചിലപ്പോൾ നിരോധിക്കും. എയർപോർട്ട് വഴിക്കൊന്നും നമുക്കൊരു കഷ്ണം പയറോ ഒരു സാധനം കൈപ്പിടിച്ച് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഫൈൻ വരും. ഒരിക്കലും കൊണ്ടുവരരുത്. വിത്തുകളൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇമിഗ്രേഷൻകാർ പിടിച്ചാൽ അതോടുകൂടി വലിയ ഫൈനും കിട്ടും. ചിലപ്പോൾ അതോടുകൂടി പാസ്പോർട്ടിൽ നമുക്ക് നോ എൻട്രിയും ചിലപ്പോൾ സീൽ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ രാജ്യത്തു നിന്ന് കിട്ടുന്ന സാധനം വേണമെങ്കിൽ ഇവിടെ നട്ടു നോക്കാമല്ലോ, നമ്മൾ കൊണ്ടുവന്നല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ പയറും വേണമെങ്കിൽ നട്ട് കൃഷി ചെയ്യാം. കൃഷിയല്ല, നമ്മുടെ അത്യാവശ്യത്തിന് കുഞ്ഞിതുണ്ടാക്കാം കേട്ടോ. പിന്നെ ഓസ്ട്രേലിയ ഒരു വളരെ വലിയ രാജ്യമായതുകൊണ്ടും മറ്റ് രോഗകീടബാധകളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇമിഗ്രേഷൻകാർ ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറയണേ. പക്ഷേ നമ്മുടെ ഇവിടെ വന്നു കഴിയുമ്പോൾ പല സ്ഥലത്തും പാവലം, പടവലം, പയർ, ചീര, മുരിങ്ങ എന്ന് വേണ്ട സകല സാധനവും ഇവിടുത്തെ പല വീടുകളിലും കൃഷി ചെയ്തിട്ടുണ്ട്. പച്ചമുളക് തുടങ്ങി എന്തും. പിന്നെ എന്തിനും ഇത്ര വലിയ റിസ്ക് എടുക്കണേ, കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. വെണ്ടയ്ക്ക ഒരു ചുവന്ന വെണ്ടയ്ക്കാണ് ഉണ്ടാവാൻ പോകണുള്ളൂ. ഇതുണ്ടായി വരുമ്പോഴേക്കും ഇതിൻ്റെ പണി തീരും. പണി തീരും എന്ന് പറയാൻ കാരണം ഇനിയിപ്പം ഇനി മഞ്ഞൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് കേൾക്കണേ. മഞ്ഞ് മാസം ആകുമ്പോഴേക്കും ഇത് വളർന്നുണ്ടാവുമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, താങ്ക് യു.